ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും കഥയിൽ ആദ്യം തുടങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കാളകൂടവശം കഴിപ്പിച്ച ഒരു അനുഭവത്തിൽ നിൽക്കുന്ന പിങ്കിയുടെയും ഗിരിജേനെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് നന്ദ ആഹാരം ഇവർ കഴിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി നന്ദ അങ്ങ് ഇറങ്ങി പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് പിങ്കി അവിടെ നിന്ന് വലിയ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടെൻഷനിലും വലിയൊരു ചമ്മലോട് കൂടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നത്. ഈ സമയത്ത് പിങ്കി പറയുകയാണ്, ഞാൻ ഈ കഴിക്കില്ല എന്ന് തീരുമാനിച്ചു, ഒരിക്കലും കഴിക്കില്ല എന്ന് തീരുമാനിച്ച സലാഡ് അവൾ എന്നെക്കൊണ്ട് മൊത്തം തീറ്റിച്ചല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗിരിജയും പറയാം, എനിക്കും അത് തന്നെയാണ്, ഞാനും ഈ സാധനം കഴിക്കുക പോലും ഇല്ലാത്ത ഈ ബീഫും പൊറോട്ടയും എന്നെക്കൊണ്ട് മൊത്തം കഴിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നാലും പെട്ടെന്ന് പിങ്കി പറയുന്നുണ്ട്, എന്നാലും ഒരു പീസ് ബീഫ് കഷ്ണമെങ്കിലും വെക്കാമായിരുന്നു എന്ന് പറഞ്ഞ് വലിയ പരിതാപത്തോടു കൂടി ഒരു പരാതിയോട് കൂടി നിൽക്കുന്ന, ഒരു ദുഃഖത്തോടു കൂടി നിൽക്കുന്ന പിങ്കിരിയാണ് കാണുന്നത്. പെട്ടെന്ന് ഗിരിജ പെട്ടെന്ന് വളരെ വിഷമത്തോടു കൂടി നോക്കുക. അപ്പോൾ ഒരിക്കലും കഴിക്കാത്ത, അല്ലെങ്കിൽ കഴിക്കാൻ താല്പര്യപ്പെടാത്ത വെറുപ്പുള്ള സാധനമാണല്ലോ ഗിരിജ കഴിക്കുന്നത്. പെട്ടെന്ന് ഗിരിജയ്ക്ക് ഒമറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വരികയും പെട്ടെന്ന് വാ തപ്പുക. അപ്പോൾ പെട്ടെന്ന് പിങ്കി ചോദിക്കുക, എന്ത് പറ്റി ചിറ്റാൻ ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വായും തപ്പി ഛർദ്ദിക്കാൻ വന്ന ഗിരിജ ഇറങ്ങി ഓടുന്നൊരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. അതിനുശേഷം കാണുന്നത് നമ്മൾ ഇന്ത്യപുരം തറവാട്ടിൽ ഏട്ടത്തെയും മോഹിനിയും ഇരിക്കുന്നു. അത് ഈ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു രണ്ട് അതിഥികളുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, സജയനും രത്നാകരനും. അവർ വന്ന സകല കാര്യങ്ങളും വിവരങ്ങളും പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമാണ്. പെട്ടെന്ന് സജയൻ പരിചയപ്പെടുത്തുന്നു. ഈ സമയത്ത് പെട്ടെന്ന് മോഹിനി സജയനോട് ചോദിക്കും, താൻ ആ കൈനോട്ടക്കാരൻ്റെ വേഷത്തിൽ വന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചമ്പലോട് അതെ അതെ, ഞാനേ എൻ്റെ പേര് സജയൻ എന്നാണ് എന്ന് പറയുകയാണ്. ഞങ്ങളിപ്പോൾ വന്നത്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് മോഹിനി ഏട്ടത്തിയോട് പറയാം, ഏട്ടത്തി ഇത് അരുൺ പറഞ്ഞ ആൾക്കാരാണ് എന്ന് പറയാണ്. മനസ്സിലായി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഇവർ രഹസ്യം പറയുന്നത് കേട്ടപ്പോൾ സജിൻ ചോദിക്കും, എന്താണ് എന്ന് ചോദിക്കുക. അല്ലല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയാം. അപ്പം ഞങ്ങൾ വന്നത് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന് പറയാണ്. ശരി ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ ഏട്ടത്തി പറയാം, ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സജിൻ എന്തോ പന്തികേട് തോന്നുന്നു. ഇതന്നെ ഈ ഞെട്ടിക്കുന്ന വിവരം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊരു കൂസലില്ലാതെ പറഞ്ഞോളാൻ പറയുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ പെട്ടെന്ന് രത്നാകരൻ്റെ മുഖത്ത് നോക്കുന്നു. രത്നാകരനും ഇതുപോലെ എന്തോ അന്തം വിട്ട് കുന്തം വിഴുകി പോലെ ശ്രദ്ധിക്കുക അവരെ. അപ്പോൾ അതെ, ഞങ്ങൾ ഒരു മഹാസത്യമാണ് പറയാൻ പോകുന്നത് എന്ന് പറയാം. മനസ്സിലായി, നിങ്ങളുടെ മഹാസത്യം പറയുമെന്ന് ഞങ്ങൾക്കറിയാം, പറയാൻ പോകുന്ന കാര്യം ഞങ്ങൾക്കറിയാം എന്ന് പറയാണ്. എന്ന് സജിൻ ചോദിക്കുമ്പോൾ, താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നിങ്ങൾ പവിത്രയുടെ ഭർത്താവായിരുന്നെന്നും വിവാഹം കഴിച്ച് താലി കെട്ടിയ ശേഷം ഗൾഫിൽ പോയി ഒരു കേസിൽപ്പെട്ട് അകത്താകുകയും അതിനുശേഷം മടങ്ങി വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയായ പവിത്ര വീട്ടിലില്ല, അവനെ വിവാഹം കഴിച്ചു എന്നുള്ള സത്യമല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അരുൺ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയാം. നിങ്ങളിങ്ങനെ ഒരു കള്ളക്കഥയുമായിട്ട് വരുമെന്നും ഇങ്ങനെ ചില നുണകൾ പറയുമെന്നും ഞങ്ങൾ ഇവിടെ എത്തുമെന്നൊക്കെ ഞങ്ങൾ അരുൺ പറഞ്ഞിരുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഇവർ അന്താളിച്ചു പോകും, അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു വലിയ ട്വിസ്റ്റോട് കൂടി ഇത് അവതരിപ്പിച്ച് പൗത്രനെ അടിച്ച് അല്ലെങ്കിൽ സ്വന്തമായിക്കൊണ്ട് പോകാം എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടാക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേങ്കിൽ ഇതെല്ലാം മുൻകൂർ അരുൺ പറഞ്ഞതോടുകൂടി ഇവരുടെ ആ ഞെട്ടിക്കുന്ന വിവരം വെറും എന്തോന്ന് നനഞ്ഞ പടക്കം പോലെയായ ഒരവസ്ഥയാണ്. പെട്ടെന്ന് നമ്മുടെ സജീൻ രത്നാകരനെ നോക്കിയിട്ട് പറയും, ഇതെല്ലാം അവൻ പറഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ നമ്മളെ പവിത്രയും അരുണും ഇറങ്ങി വരിക. അരുണെ ഇറങ്ങി വാ, നിങ്ങളെക്കുറിച്ച് ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരമുണ്ട്, അത് പറയാൻ വേണ്ടി വന്നവരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ ചമ്മിയിരിക്കുക. അപ്പോൾ രത്നാകരനും ഈ സജീവനും ഇത് ഈ ആ ട്വിസ്റ്റ് കിട്ടിയില്ല, പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തന്നെ അത് പൊളിഞ്ഞൊരു അനുഭവമാണല്ലോ. എന്തായാലും പെട്ടെന്ന് മോഹിനി പറയുകയാണ്, എന്നാലും താനൊരു തന്തയാണല്ലോ, സ്വന്തം മോളുടെ ജീവിതം തകർക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക, വിട്ടുപൊക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പെട്ടെന്ന് മോഹിനിയും അതുപോലെ ഏട്ടത്തെയും പറയാം. അതേ സമയത്ത് പെട്ടെന്ന് പതറിപ്പോയി നമ്മുടെ രത്നാകരൻ്റെയും അതുപോലെ സജീൻ്റെയും പതറിപ്പോയി. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എല്ലാ കളവും പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സജീനും രത്നാകരനും വാ നമുക്കെന്നാൽ പോകാമെന്ന് പറഞ്ഞ് എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പോൾ ആ സമയത്തൊരു ആശ്വാസമൊക്കെ ഉണ്ട് അരുണും പവിത്രയുടെ മുഖത്തൊക്കെ ഉണ്ട്. അന്നേരം പവിത്രയ്ക്ക് വലിയ ടെൻഷനാണ്. പെട്ടെന്ന് സജീനെ അവിടെ പിടിച്ചിരുത്തുകയാണ് രത്നാകരൻ. നീ അവിടെ ഇരിക്കടാ വരുമോനെ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുക. ഇതിനിടയിൽ പറയുന്നുണ്ട്, നിങ്ങൾ പോ, അല്ലെങ്കിൽ വേറെ വല്ല തെളിവുമായിട്ട് വരാൻ പറയുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്.
ഈ നമ്മുടെ ഏട്ടത്തി പറയുന്നുണ്ടല്ലോ, ഇവർക്ക് തെളിവല്ലേ വേണ്ടത്, നമുക്ക് തെളിവുണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് പെട്ടെന്ന് രത്നാകരൻ തൈൻ്റെ കയ്യിൽ നിന്നൊരു ഒരു പേപ്പർ കവർ എടുക്കുകയും അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ സച്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് കാണിച്ചു കൊടുക്കടാ, ഇതാണ് ഏറ്റവും വലിയ തെളിവ് എന്നും പറഞ്ഞ് എടുത്ത് സജീൻ്റെ കയ്യിൽ കൊടുക്കുക. സജീൻ പെട്ടെന്ന് ഇത് നോക്കിയപ്പോഴത്തേക്ക് തൻ്റെ പഴയകാല ഒരു ഫോട്ടോ, പവിത്രയ്ക്കൊപ്പം വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ തോന്നുന്നു. ഇങ്ങനെ ഇത് കണ്ട് പെട്ടെന്ന് സജീവന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. സജീവൻ, എൻ്റെ ദൈവമേ നീ എന്നെ സഹായിച്ചല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നിട്ട്, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്, പവിത്ര എൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള തെളിവല്ലേ വേണ്ടത്, ഇന്ന് കണ്ടോളാൻ പറഞ്ഞ് പെട്ടെന്ന് സജീവൻ ആ ഫോട്ടോ എടുത്ത് ഏട്ടത്തിൻ്റെ കയ്യിലേക്ക്, അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ കണ്ട് അരുന്ധതി അന്താളിച്ചു പോകുന്നൊരു ഭാഗമാണ് കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, സജയനും പവിത്രയും നിൽക്കുന്ന ഒരു വിവാഹം ഫോട്ടോ കാണുകയാണ്. പെട്ടെന്ന് നമ്മൾ മോഹിനിയും അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അന്താളിച്ച് നിൽക്കുന്നൊരു ഭാഗം. പെട്ടെന്ന് അതുവരെയും സോപ്പ് അല്ലെങ്കിൽ ഒരു സൗമ്യമായി നിന്ന ഏട്ടത്തിയുടെ മുഖവും നാവും ഒക്കെ ചൊറിഞ്ഞു കയറിങ്ങി വരുന്നൊരു ഭാഗം കാണാം കേട്ടോ. പെട്ടെന്ന് പവിത്രയോട് ചോദിക്കും, പവിത്രേ നീ ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് പവിത്രയ്ക്ക് മനസ്സിലായ എല്ലാ കള്ളവും പൊളിഞ്ഞെന്ന്. പവിത്ര ഒന്നും മിണ്ടാൻ നിൽക്കുക. അപ്പം ഏട്ടത്തി പറയാണ്, നമ്മളെ ആരും പറയാണ്, വലിയമ്മ അത് എന്നും പറഞ്ഞിങ്ങനെ തുടങ്ങി ന്യായീകരിക്കാൻ തുടങ്ങി വന്നതേ നീ മണ്ടല്ല, നിനക്കുള്ള ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടാ എന്നും പറയുക. പെട്ടെന്ന് ഈ ഫോട്ടോ തട്ടിപ്പറിച്ച് സജീൻ എടുത്തിട്ട് നീയും കൂടെ ഇത് കാണണ്ട എന്നും പറഞ്ഞ് നമ്മുടെ അരുണിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അരുണും ഈ ഫോട്ടോ കൊണ്ട് ഞെട്ടുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നു കേട്ടോ. പെട്ടെന്ന് പൗത്രയോട് ചോദിക്കുകയാണ്, എടി നീ പറയടി എന്ന് പറഞ്ഞ് നമ്മൾ മോഹിനിയും, ഈ പറഞ്ഞ് ശരിയാണോ, നിന്റെ ഭർത്താവാണോ ഈ സജയൻ എന്ന വ്യക്തി എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാവരോടും അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന കണ്ണീരോടുകൂടി നിൽക്കുന്ന പൗത്രാണിയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് നീ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏട്ടത്തെയും മോഹിനിയും കൂടെ അങ്ങ് വില്ലിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഈ സമയത്ത് പെട്ടെന്ന് സജയൻ പറയാം, അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് എൻ്റെ ഭാര്യയാണ് ഇപ്പം തന്നെ വേണം, അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇച്ചിരി ആള് കളിച്ച് നമ്മുടെ സജീവൻ ഇരിക്കുന്നൊരു ഭാഗം. ഈ സമയത്ത് പെട്ടെന്ന് രത്നാകരനും പറയും, എനിക്കും എൻ്റെ മോളെ വേണം എന്ന് ഇവരോട് പറയുന്നത്. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഏട്ടത്തെയും മോഹിനിയും പറയുകയാണ്. അവരോട് മുൻപിൽ പറയുക, പെട്ടെന്ന് ഏട്ടത്തെ കൈകൂപ്പിക്കൊണ്ട് പറയുക, നിങ്ങൾ അല്പം സമയം താ എന്ന് പറയുക, ഇപ്പോൾ നിങ്ങൾ പോയി എനിക്ക് അല്പം സമയം താ, ഇതിനൊരു ആക്കിക്കോളാം എന്ന് ഒരു ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അതിനുശേഷം പെട്ടെന്ന് അപ്പോൾ കാണാം കേട്ടോ എന്നും പറഞ്ഞ് സജീനും അതുപോലെ പവിത്രയുടെ അച്ഛനും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പം എടാ മണവിളാച്ച എന്നും വിളിച്ച് നമ്മുടെ അരുണിൻ്റെ തോളത്തൊരു തട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ പവിത്രയുടെ അച്ഛൻ പോകുന്നത്. പെട്ടെന്ന് ഈ സമയത്ത് പെട്ടെന്ന് എടി മോഹിനി എന്ത് അവരെന്ത് ചോദിച്ച് വിളിക്കുന്നൊരു ഭാഗം. അതായത് നമ്മുടെ നമ്മുടെ അരുണിൻ്റെ അച്ഛനെയും അതുപോലെ ഗൗതമിൻ്റെ അച്ഛനും എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ അവർ മോഹിനി പറയുകയാണ്, അവർ എസ്റ്റേറ്റിൽ പോയിരിക്കുക, എത്രയും വേഗം അവരെ വിളിച്ചു വരുത്ത് ഇതിനൊരു തീരുമാനമാക്കണം എന്ന് പറയുകയാണ്. അപ്പം മഹേശ്വരനും എന്ത് ചെയ്യാന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം എന്തായാലും പെട്ടെന്നൊരു തീരുമാനമെടുക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയുന്ന പൗത്രയാണ്, ഇനി നീ ഒരു കാര്യം വേണ്ടിയാക്കല്ലേ, ഇതിന് ഇന്നൊരു തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു അന്ത്യശാസ്ത്രം കൊടുത്ത് വലിയൊരു വിചാരണ നടത്തുവാനുള്ള ഒരു കളമൊരുക്കുന്ന ഏട്ടത്തേനെയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഗൗതമിനോട് ആ CI ചില വിവരങ്ങൾ പറയുന്നൊരു ഭാഗമാണ് അവരെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഗൗതമിനോട് പറയുകയാണ്, സാർ ഇന്ന് ഞങ്ങൾ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയും അവിടെ ഒരു ചീട്ടുകളി സംഘത്തെയും അതുപോലെ അതിനോടൊപ്പം ബാറ്റിച്ചാരായും വിൽക്കുന്ന കുറച്ച് ആളുകളെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം പറയുകയാണ്, പെട്ടെന്ന് ചോദിക്കുകയാണ്, എടോ തനിക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഈ ശല്യം ചെയ്യുന്നത്, താനത് ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ CI പറയുകയാണ്, സാർ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ആ കൂട്ടത്തിൽ CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടുകയാണ്. അപ്പോൾ കുറുന്തോട്ടിക്കാണോ വാദം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എവിടെയാണ് അവർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ CI പറയാണ്, അവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ എന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതമിന് അവരുടെ അടുക്കിലേക്ക് തൊട്ടടുത്ത് തന്നെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പം വേറെ ആരുമല്ല, നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ആ സോളമൻ എന്ന പോലീസുകാരാണ്. തനിക്കൊക്കെ ഇതാണല്ലോ പണി ചോദിച്ചത് നമ്മുടെ ഗൗതം പെട്ടെന്ന്
ചാടിക്കടിക്കുക ഈ പോലീസുകാരനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സോളമനെതിരെ. അപ്പോൾ സോളമൻ പറയാം, സാർ ഇതിൽ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറയും. ഞാൻ അല്ലെങ്കിൽ ലഹരി അല്ലെ മദ്യപിക്കുവാനോ ചുറ്റിക്കളിക്കാനോ എൻജോയ് ചെയ്യാൻ പോയതാൽ അല്ല, ഇതൊരു കേസന്വേഷണത്തെ ഭാഗമാണെന്ന് പറയുക. എന്ത് കേസന്വേഷണമാണോ? മദ്യവും കഴിച്ച് ചീട്ട് കളിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഒരു ഇപ്പം പറയുന്നത്, ഞാൻ രഹസ്യ അന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുകയും ഇതിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ഗൗതം വകവെക്കുന്നില്ല കേട്ടോ. ഈ പോലീസ് ഉദ്യോഗസ്ഥനെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൗതം പറയുകയാണ് അത് സമ്മതിക്കാതെ കൊടുക്കുക. ഈ സമയത്ത് പെട്ടെന്ന് ഈ സോളമൻ എന്ന പോലീസുകാരൻ സാറേ, സാറിനും കൂടെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയും. എനിക്കെന്ത് ഗുണം ചെയ്യാൻ എന്ന് ചോദിക്കാൻ. അപ്പം പെട്ടെന്ന് പറയുകയാണ്, സാറിൻ്റെ ഫാമിലിയിൽ വലിയൊരു പ്രശ്നമുണ്ടാകാൻ പോവുകയാണ് എന്ന് പറയും. അപ്പം എൻ്റെ ഫാമിലിയിലോ? അതെ, സാറിൻ്റെ അനീതിയായ പവിത്രയുടെ ജീവിതമാണ് ഇപ്പോൾ തകരാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഈ സോളമൻ എന്ന പോലീസുകാരൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. അപ്പോഴാണ് ഈ സോളമൻ പറയുകയാണ്, സാർ ഇന്നുപോലെ ചില പ്രശ്നമുണ്ട്. രത്നാകരൻ എന്ന പവിത്രയുടെ അച്ഛനും സജയൻ എന്ന വ്യക്തിയും കൂടെ കൂടിച്ചേർന്ന് പവിത്രയുടെ ജീവിതം നശിപ്പിക്കുകയും അങ്ങനെ അരുണിൽ നിന്ന് വേർവിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സാക്കി ദുബായിക്ക് കൊണ്ടുപോകാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഈ സജയനെ കുറിച്ചും പറയും. സജയൻ എന്ന വ്യക്തി ഒരു വലിയൊരു ക്രിമിനലാണെന്നും, ക്രിമിനൽ എന്ന് മാത്രമല്ല ഒരു മനുഷ്യക്കടത്ത് സംഘത്തിലെ ആളാണെന്നും, മുംബൈ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൽ ആളാണെന്നും, അങ്ങനെ മുംബൈയിൽ എത്തിച്ചതിന് ശേഷം പൗത്രേനെ നേരെ ദുബായിക്ക് കടത്തുവാനും അവിടെ കൊണ്ട് വിൽക്കുവാനുമാണ് ഈ സജയൻ എന്ന വ്യക്തി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗൗതം ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഈ സോളമൻ എന്ന പോലീസുകാരിൽ നിന്ന് ഗൗതം കേൾക്കുന്നത്. അപ്പം ഈ സജയനും രത്നാകരനും എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഗൗതമിനോട് പറയുന്നു. അതൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം കാണുന്ന ഇന്ത്യവരം തറവാട്ടിൽ വീണ്ടും കോടതിയാണ്. അപ്പം പൗത്രേനെയും അതുപോലെ നമ്മുടെ അരുണിനെയും വിചാരണ ചെയ്യുന്നൊരു ഭാഗം. അപ്പം ഈ മഹേശ്വരനും അതുപോലെ ഇവരെല്ലാം ഉണ്ട്. അരുണിൻ്റെ അച്ഛനൊക്കെ ഇരിക്കുക. പെട്ടെന്ന് ഇതിലൊരു തീരുമാനമാക്കണമെന്ന് ഏട്ടറി പറയുക. ഈ സമയത്ത് അരുണും പൗത്രയും ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഗൗതമൻ്റെ അച്ഛൻ പറയാം, എടാ നീ ഇങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അരുൺ അങ്ങോട്ട് മാറി നിൽക്കുന്നു. ഈ പറഞ്ഞതൊക്കെ കേട്ടതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ച് വലിയൊരു വിചാരണ നടത്തുന്ന ഒരു ഭാഗമൊക്കെ അവിടെ കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ അരുൺ ന്യായീകരിക്കുവാൻ തുടങ്ങും. അരുണിനെ വിലക്കുന്ന നമ്മുടെ ഏട്ടത്തെയും അതുപോലെ ഗൗതമിൻ്റെ അച്ഛനെ നമുക്ക് കാണാം. ഈ സമയത്ത് നമ്മുടെ നന്ദയുണ്ട് കേട്ടോ. നന്ദ പെട്ടെന്ന് ഗൗതമിൻ്റെ അച്ഛനോട് പറയാം, അച്ഛാ അങ്ങനെ പറയില്ല, അവരെ കുറ്റം പറയില്ല, ഇതിനകത്ത് നിജസ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കും. മാത്രമല്ല പവിത്രേനെ ഇപ്പോൾ തന്നെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണം എന്ന് പറയുകയും ഈ സമയത്ത് അരുൺ എതിർക്കുന്നുണ്ട്. ഇല്ല, എൻ്റെ ഭാര്യനെ എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്, പിന്നെന്താണ് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗൗതമൻ്റെ അച്ഛൻ അരുണിനെതിരെ ചൂടാകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ നന്ദ അതിനകത്ത് ഇടപെടുകയും നന്ദ പറയാണ്, അച്ഛാ അങ്ങനെ നമ്മൾ പറയാൻ ഒരിക്കലും പാടില്ല, അവരുടെ ജീവിതം അവരല്ലേ തീരുമാനിക്കുന്നത്, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് വലിയുന്നുണ്ട്. എങ്കിലും ഈ പവിത്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ തന്നെ തുടങ്ങുക. അപ്പം ലക്ഷ്മിയും നന്ദയും മാത്രമേ ഉള്ളൂ ഈ അരുണിനും പവിത്രയ്ക്ക് സപ്പോർട്ടായിട്ട്. അപ്പം ലക്ഷ്മിയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ പെട്ടെന്ന് മോഹിനി പറയാണ്, ഏട്ടത്തി അങ്ങനെ പറയില്ല, ഏട്ടത്തിയുടെ മരുമോള നന്ദയാണ് ഇങ്ങനെ വേറൊരുത്തൻ്റെ കൂടെ വേറൊരുത്തനെ വിവാഹം കഴിച്ചിട്ട് മടങ്ങി വന്ന് ഗൗതമനെ സ്നേഹിക്കുന്നെങ്കിൽ ഏട്ടത്തിൽ സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ലക്ഷ്മിക്കും ഉത്തരമില്ലാത്ത ചില അനുഭവങ്ങളൊക്കെ. എന്തായാലും വലിയൊരു ഒരു കോടതി മുറി പോലെ തന്നെ പവിത്ര എത്രയും വേഗം നാളെ തന്നെ തൻ്റെ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കണമെന്ന് വലിയൊരു ഓർഡർ ഇടുന്ന നമ്മുടെ അരുന്ധതിയെയും അതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ അരുണിനെയും പവിത്രയുടെയുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആ ഭാഗത്ത് കാണുന്നത്. അവർ വിചാരണ ചെയ്തോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവുമില്ല, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല, പവിത്രനെ കൊണ്ട് വിടുക എന്നുള്ള ഒരു തീരുമാനം. അരുണിനെ എതിർത്ത് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടും അരുണിനെ വകവെക്കാതെ വലിയൊരു തീരുമാനം ഇന്ത്യപുരത്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം കാണുന്നത് നമ്മൾ ഗൗതമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അരുണിനെയും അതുപോലെ നന്ദേനെയുമാണ്. അപ്പം ഗൗതമിനോട് പറയാണ്, എൻ്റെ ഭാര്യനെ എനിക്കറിയാം, അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഗൗതമിനോട് പറയാം. അപ്പം ഗൗതം ഇതുവരെയും സോളമൻ പറഞ്ഞ വിവരങ്ങളൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല. അപ്പം പറയാണ്, ഞാൻ അവനെ പോയി അവനെ. അന്നേരം ഈ സമയത്ത് ഗൗതം പറയുന്നത്, എടാ നിനക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് അരുൺ പറയും, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും,
ഞാൻ അവനെ കൊന്നുകളയും എന്ന് പറയുകയാണ് നമ്മുടെ ഈ സജയനെ. അപ്പോൾ പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല അരുണേ, ഇതിനകത്ത് വേറെ ചില കളികളുണ്ട് എന്ന് പറഞ്ഞ് ആ ഗൗതം ആ ഞെട്ടിക്കുന്ന വിവരം പറയാണ്. നീ എന്താണ് വിചാരിച്ചത്? അവരിവിടെ വന്നത് ഈ സജയൻ എന്ന വ്യക്തി പവിത്രനെയും നിന്നെയും വേർപിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വലിയ ലക്ഷ്യമുണ്ടാണ് എന്ന് പറയാണ്. അങ്ങനെ ഈ സോളമൻ എന്ന പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ അരുണിനോടും നന്ദയോടും പറയാം. അപ്പോൾ ഇവർ ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ പവിത്രനെയും നിന്നെയും വേർപിരിച്ചിട്ട് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി, അത് ആ വിവരം നമ്മുടെ പവിത്രൻ അച്ഛന് പോലും അറിയത്തില്ല. ഇയാൾ ഈ സജയൻ ചെയ്യുന്ന ചതിയാണെന്ന് പോലും അറിയാതെ അദ്ദേഹം കൂടെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. സജയൻ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അങ്ങനെ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യക്കടത്തിൻ്റെ അംഗമാണെന്നും പൗത്രനെ അവിടെ കൊണ്ടുപോയതിനു ശേഷം ദുബായിൽ കൊണ്ട് വിൽക്കുവാനുമാണ് ഈ സജയൻ്റെ ലക്ഷ്യമെന്നും നന്ദയോടും ഈ അരുണിനോടും പറയുമ്പോൾ തകർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഞെട്ടലോടുകൂടി നിൽക്കുന്ന നമ്മുടെ നന്ദേനെയും അരുണിനെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനിടയിൽ പെട്ടെന്ന് ഈ വിവരം പോയി നമുക്ക് ഏട്ടത്തിയോട് പറഞ്ഞ് വലിയമ്മയോട് പറഞ്ഞാൽ പോരെ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇല്ല, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതിന് വഴി വേറെയുണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ സജയനെയും സംഘത്തെയും പിടിക്കുവാനുള്ള വലിയൊരു തീരുമാനമെടുക്കുന്ന ഗൗതമിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.